ഫെബ്രുവരി 3 ചൊവ്വാഴ്ച. മാർക്കോസ് 5:21 മുതൽ 43 വരെ വാക്യങ്ങൾ. 3-ാം നൂറ്റാണ്ടിലെ അർമേനിയൻ ബിഷപ്പായിരുന്ന വിശുദ്ധ ബ്ലെയ്സിൻ്റെ ജീവിതത്തെയും സാക്ഷ്യത്തെയും ഇന്ന് സഭ അനുസ്മരിക്കുന്നു. ഭയാനകമായ പീഡനങ്ങൾ സഹിച്ച് വിശ്വാസം ഉപേക്ഷിക്കുന്നതിന് പകരം ജീവൻ സമർപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പീഡന സമയത്ത് അദ്ദേഹം കാണിച്ച ധൈര്യത്തിൻ്റെ പേരിലാണ് വിശുദ്ധ ബ്ലെയ്സിനെ ഓർമ്മിക്കുന്നത്. ക്രിസ്ത്യാനികൾ പലപ്പോഴും വിശ്വാസത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അപകടമുണ്ടായിട്ടും അദ്ദേഹം യേശുവിനോട് വിശ്വസ്തനായി തുടർന്നു. മറ്റുള്ളവരെ സഹായിക്കുകയും തൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അത്ഭുതകരമായ രോഗശാന്തി നൽകുന്ന ഒരു അത്ഭുത പ്രവർത്തകനായി ബ്ലെയ്സ് പ്രശസ്തനായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും അറിയപ്പെടുന്ന പാരമ്പര്യങ്ങളിൽ ഒന്നാണ് തൊണ്ടയിലെ അസുഖത്തിൻ്റെ മോചനം. ജയിലായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു അത്ഭുതം മൂലമാണ് ഈ പാരമ്പര്യം ആരംഭിച്ചത്. ഒരു കുട്ടി മീൻ കഴിച്ചപ്പോൾ അസ്ഥിയിൽ ശ്വാസം മുട്ടി മരിക്കാറായി. വിശുദ്ധ ബ്ലെയ്സ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ സുഖം പ്രാപിച്ചു. അവൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു. ഫെബ്രുവരി 3 വിശുദ്ധ ബ്ലെയ്സിൻ്റെ തിരുനാൾ ദിനം. സാധാരണയായി തൊണ്ടയിലെ അസുഖം മാറുന്നതിന് പുരോഹിതർ ആ വ്യക്തിയുടെ തൊണ്ടയ്ക്ക് സമീപം 2 മെഴുകുതിരികൾ കുറുകെ പിടിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ സംരക്ഷിക്കാൻ പുരോഹിതൻ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബ്ലെയ്സിൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നു. കുരിശാകൃതിയിൽ വച്ചിരിക്കുന്ന മെഴുകുതിരികൾ വിശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെയും പ്രതീകമാണ്. അവ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെയും പ്രാർത്ഥനയുടെ ശക്തിയെയും ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ബ്ലെയ്സിലൂടെ അല്ലെങ്കിൽ ബ്ലെയ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവം തങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം യാചിക്കുന്നു. ഇന്നത്തെ സുവിശേഷം മുഴുവൻ രോഗശാന്തിയെക്കുറിച്ചാണ്. സിനഗോഗിലെ ഒരു ഉദ്യോഗസ്ഥനായ ജൈറുസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകളെ സുഖപ്പെടുത്താൻ അവനോട് അപേക്ഷിക്കുന്നതോടെയാണ് വായന ആരംഭിക്കുന്നത്. അവൾ മരിക്കുകയായിരുന്നു. ജൈറുസ് നിരാശയിലായിരുന്നു. അവൻ യേശുവിനോട് തൻ്റെ വീട്ടിൽ വന്ന് അവളുടെ മേൽ കൈവയ്ക്കാൻ അപേക്ഷിക്കുന്നു. യേശുവിന് തൻ്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അവനത് ചെയ്യുമെന്നും ജൈറുസിന് അറിയാമായിരുന്നു. ഉടനെ അവനോടൊപ്പം പോകാൻ യേശു സമ്മതിച്ചു. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന പലരും അവരെ പിന്തുടർന്നു. അവർ പോകുമ്പോൾ വളരെ കാലമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിന് സുഖപ്പെടുത്താനുള്ള ശക്തിയെക്കുറിച്ച് കേട്ട് അവനെ ഒരു നിമിഷം തൊടാൻ കഴിഞ്ഞാൽ എന്ന് ആശിച്ചു. ആ സ്ത്രീ നിശബ്ദമായി യേശുവിൻ്റെ പിന്നിൽ വന്ന് കൈനീട്ടി അവൻ്റെ മേലങ്കിയിൽ തൊട്ടു. ആ നിമിഷം തന്നെ ആ സ്ത്രീ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗശാന്തി എന്താണ്? യേശുവിനെ ഒന്ന് തൊടാൻ നിങ്ങൾ കൈ നീട്ടുന്നുണ്ടോ? യേശുവിൻ്റെ സാന്നിധ്യവും രോഗശാന്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രത്യേക രോഗശാന്തി നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പക്ഷെ ഒരുപക്ഷെ രോഗശാന്തി മറ്റു വഴികളിലൂടെയാണ് സംഭവിക്കുന്നത്. യേശു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. എന്നാൽ യേശു നൽകുന്ന ഉത്തരം നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ വ്യക്തമാകില്ല. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.